അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വെള്ളിയാഴ്ച ഷാബാൻ 14. ഇനി നമ്മിലേക്ക് കടന്നു വരുന്ന രാവ്, ഇനി അസ്തമിക്കുന്ന രാവ് ഷാബാൻ 15-ൻ്റെ രാവാണ്. മുസ്ലിം ലോകത്ത് ബറാത്ത് രാവ് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള വളരെയേറെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമുള്ള പവിത്രമായ രാവാണ്. ഒരു മുസ്ലിമും ഒരു വിശ്വാസിയും ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത, അശ്രദ്ധമായി പോകാൻ പാടില്ലാത്ത രാവാണ് ഇനി വരാനിരിക്കുന്ന രാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സും നമ്മുടെ റിസ്ക്കും നമ്മുടെ മരണവും ഒക്കെ കണക്കാക്കുന്ന രാവാണ് ഇനി വരാനിരിക്കുന്ന ഈ സൂര്യൻ അസ്തമിക്കലോടുകൂടെ, ഇന്നത്തെ മഗ്‌രിബോടുകൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന ബറാഅത്ത് രാവ്. അള്ളാഹു നമുക്ക് ഈ രാവിൻ്റെ പുണ്യം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പഴയകാലം മുതൽക്ക് തന്നെ ബറാഅത്ത് രാവിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ നമ്മൾ 3 യാസീൻ പാരായണം നടത്താറുണ്ട്. ഒന്ന് നമ്മുടെയും നമ്മുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ ദീർഘായുസ്സിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിയിലായുള്ള പൊരുത്തത്തിലായുള്ള ദീർഘായുസ്സിന് വേണ്ടി. അതുപോലെ തന്നെ മറ്റൊരു യാസീന് നമ്മുടെയും നാവുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒക്കെ റിസ്ക്കിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായുള്ള റിസ്ക്കിന് വേണ്ടി. അതുപോലെ തന്നെ മൂന്നാമത്തേത് ലിസആദത്തി ദാറൈൻ, ഇരു ലോക വിജയത്തിന് വേണ്ടി. നമ്മുടെയൊക്കെ അവസാനം നന്നാവണം. ഈ ലോകത്ത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഖിറത്തിലെത്തിയാലും വിജയിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ അതിനു വേണ്ടിയാണ് മൂന്നാമത്തെ യാസീൻ. ഇങ്ങനെ 3 യാസീൻ പാരായണം നടത്തി, ദുഹാൻ സൂറത്തും പാരായണം നടത്തി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണെങ്കിൽ, അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകും. കാരണം ഇന്നത്തെ രാത്രി അള്ളാഹു നമ്മളൊന്ന് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകും. ധാരാളം ഹദീസുകൾ ഇന്നത്തെ രാത്രിയുടെ മഹത്വത്തെക്കുറിച്ച് നമുക്കൊക്കെ കാണാൻ വേണ്ടി കഴിയും. പല ആളുകളും ഇന്നത്തെ രാത്രിക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ നന്മയിൽ നിന്നും അവരെ മാറ്റുന്നതിന് വേണ്ടി ഇല്ലാത്ത പ്രചരണങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ധാരാളം ഹദീസുകൾ ഇന്നത്തെ രാത്രിയുടെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിഹാസുത്തയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തുർമുദിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ഹദീസുകളിൽ ഈ രാത്രിയെക്കുറിച്ചുള്ള മഹത്വങ്ങൾ കാണാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ പകുതിയിലെ രാവായി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ബറാത്ത് രാവായി കഴിഞ്ഞാൽ, ഫഖൂമു ലൈലഹ, അതിന്റെ രാത്രി നിങ്ങൾ നിസ്കരിക്കണേ, വസൂമു നഹാറഹ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇദ് ദുനിയ, ഇന്നത്തെ രാവിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങി വരും എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വരും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയും അത്രേ, അലാമിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറുല, ഇന്ന് എന്നോട് ആരാണ് പാപമോചനം തേടുന്നത്, ഞാൻ അവർക്ക് പുറത്തു നൽകാം. അലാമിൻ മുസ്തർസിഖിൻ ഫഅർസുഖ്ല, ആരാണ് എന്നോട് റിസ്ക് ചോദിക്കുന്നത്, ഞാൻ അവർക്ക് റിസ്ക് നൽകാം. അലാ മുബ്തലിൻ ഫആഫി, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, എന്നോട് ചോദിക്കൂ, ഞാൻ അവർക്ക് സുഖം നൽകാം, സമാധാനം നൽകാം. അലാ കഥ അലാ കഥ, ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും അള്ളാഹു ഇങ്ങനെ വിളിച്ചു പറയുമെന്നാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളും അള്ളാഹു വിളിച്ചു പറഞ്ഞിട്ട് അതെന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്കത് നൽകാമെന്ന് അള്ളാഹു വിളിച്ചു പറയും. ഹത്താ യത്ലുഉൽ ഫജ്ർ, പ്രഭാതം വരെ അള്ളാഹു ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന ഹദീസിൽ കാണാം. അങ്ങനെ ധാരാളം ഹദീസുകൾ ഇന്നത്തെ രാവിനെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു ഹദീസിൽ കാണാം, മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഒരു രാത്രിയിൽ ഫഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അടുത്ത് കടന്നിരുന്ന റസൂലുള്ളാഹിനെ പെട്ടെന്ന് കാണാതായി. ഞാൻ എണീച്ചു, ഫഖറജ്തു, എന്നിട്ട് നബിയെ അന്വേഷിച്ച് ഞാനിങ്ങനെ പുറത്തു പോയി. ആ സമയത്തുണ്ട് ഫഇദാ ഹുവ ബിൽ ബഖീഅ, അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീഇന്റെ സമീപത്തുണ്ട്, ജന്നത്തുൽ ബഖീഇന്റെ സമീപത്തുണ്ട്. ഞാൻ മുത്തനബിയോട് ചോദിച്ചു, ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി നനന്തു അന്നക അതൈത ഇലാ ബഅദി നിസായിക, നബിയെ ഞാൻ താങ്കൾ മറ്റു ഭാര്യമാരുടെ അടുക്കലേക്ക് പോയതാണോ എന്ന് സംശയിച്ചു, താങ്കളെ കാണാതായപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് എന്ന് പറഞ്ഞ സമയത്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല ഇന്നല്ലാഹ അസ്സ വജൽ യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഇലാ സമാഇദ് ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. അള്ളാഹ് ഇറങ്ങി വരിക എന്ന് വെച്ചാൽ അള്ളാഹു ഇന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറക്കും, അല്ലെങ്കിൽ അള്ളാഹു ഇന്ന് സൃഷ്ടികളിലേക്ക് നോക്കുന്ന, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ദിവസമാണ് എന്നർത്ഥം.
ദിവസങ്ങളിൽ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ നിരീക്ഷണം ഉണ്ടാകും എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഫയഗ്ഫിറു ലിഅക്തറ മിൻ അദദി ഗനമി കൽബ് ലിഅക്തറ മിൻ അദദി ശൈരി ഗനമി കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തെക്കാളും അധികം ആളുകൾക്ക് അള്ളാഹു പുറത്തു നൽകുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ അന്നത്തെ കൽബ് ഗോത്രം എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നത് ഈ കൽബ് ഗോത്രക്കാർക്കായിരുന്നു എന്നാണ്. ധാരാളം ആടുകൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തെക്കാളും ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു നരകമോചനം നൽകുന്ന ദിവസമാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇന്നത്തെ രാത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്നത്തെ രാത്രി വളരെയേറെ മഹത്വമുള്ള രാത്രിയാണ്. വേറെ ഒരുപാട് ഹദീസ് കാണാനില്ല. ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഅബാന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് മേൽ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാരുണ്യം ഉണ്ടാകും. അള്ളാഹു ഇന്നത്തെ രാത്രി പ്രത്യേകമായി എല്ലാവരെയും ഒന്ന് പരിഗണിക്കും. എല്ലാവരെയും അള്ളാഹു നിരീക്ഷിക്കും. അള്ളാഹു എല്ലാവർക്കും പുറത്തു നൽകും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി, എല്ലാവർക്കും അള്ളാഹു പുറത്തു നൽകും. ഇല്ലാ ലിമുശ്രിക്കിൻ, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു നൽകില്ല. ഔ മുശാഹിന്, ദേഷ്യം വെച്ച് നടക്കുന്ന, വൈരാഗ്യം വെച്ച് നടക്കുന്ന, പിണങ്ങി നടക്കുന്ന ആളുകൾക്ക് പുറത്തു നൽകില്ല. അതുപോലെ മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യുന്നവർ, അല്ലെങ്കിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, മാതാപിതാക്കളെ പരിഗണിക്കാത്തവർക്ക് അള്ളാഹു പുറത്തു നൽകില്ല. അപ്പം ഇങ്ങനെയൊക്കെ ധാരാളം ഹദീസുകൾ കാണാൻ വേണ്ടി കഴിയും. അപ്പം ചുരുക്കി പറഞ്ഞ ഇന്നത്തെ രാത്രിക്ക് ധാരാളം മഹത്വമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ യാസീൻ ഓതാതെ പോകരുത്. യാസീൻ ഓതാൻ കഴിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദിക്റൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മൾ ദുആ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കും. നമ്മുടെ നിയ്യത്ത് പോലെയാണ്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെയായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു നീക്കിത്തരും. നമുക്ക് അള്ളാഹു സന്തോഷം നൽകും, സമാധാനം നൽകും. അവസാനം നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരും എന്നുള്ള വിശ്വാസത്തോടു കൂടെയാണെങ്കിൽ നമ്മൾ ദുആ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടുന്നതെല്ലാം അള്ളാഹു നമുക്ക് നൽകും. അന ഇൻദ ദന്നി അബ്ദി ബി എന്നാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അതുപോലെയായിരിക്കും ഞാൻ അവനോട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരിക്കലും നമ്മളെ വെറുതെ ആക്കില്ല. ധാരാളം ഹദീസുകളും ഒരുപാട് മഹത്വങ്ങളൊക്കെ ഈ ഒരു രാവിനെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് ഉസ്താദുമാർക്ക് ധാരാളം ദിക്റുകൾ ചെല്ലാനും, നേരം വെളുക്കോളം ചെല്ലിയാലും തീരാത്ത ഒരുപാട് ദിക്റുകളും ദുആകളും ഒക്കെ ഈ ഒരു രാത്രിയിൽ ചെല്ലേണ്ടതായി, ചെയ്യേണ്ടതായി പലരും പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 3 യാസീൻ പാരായണം നടത്തുക. ഒന്ന് നമ്മുടെയൊക്കെ ദീർഘായുസിന്, നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ ദീർഘായുസിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ള ദീർഘായുസിന് വേണ്ടി. അങ്ങനെ തന്നെ നമ്മൾ പ്രത്യേകം കരുതണം, അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ള നമ്മുടെ ദീർഘായുസിന് വേണ്ടി. മറ്റൊന്ന് നമ്മുടെ നാവുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ റിസ്ക് വിശാലമാകാൻ, ഭക്ഷണ വിശാലത. ഈ റിസ്ക് എന്ന് വെച്ചാൽ ഭക്ഷണം മാത്രമല്ല കേട്ടോ, എല്ലാം പെടും. നമുക്ക് ആവശ്യമായതെല്ലാം അതിൽ പെടുമെന്നുള്ള റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീടും, നമ്മുടെ ആരോഗ്യവും, നമ്മുടെ ഭക്ഷണവും, നമ്മുടെ സമ്പത്തും എല്ലാം അള്ളാഹു നമുക്ക് കണക്കാക്കുന്ന റിസ്ക്കാണ്. അപ്പോൾ അതിലൊക്കെ ഉള്ള വിശാലത വേണം. അതെല്ലാം നിലനിൽക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം നമുക്ക് ലഭിക്കണം. അതാണ് രണ്ടാമത്തേത് കൊണ്ടുള്ള രണ്ടാമത്തെ യാസീന് കൊണ്ടുള്ള നമ്മുടെ നിയ്യത്ത്. അതുപോലെ മൂന്നാമത്തെ യാസീന് ഓതുന്നത് കൊണ്ട് നമ്മൾ കരുതേണ്ടത് സഅദത്തുദ്ദാറൈൻ, ഒരു ലോക വിജയമാണ്. മുഅ്മിനായി നമുക്ക് മരിക്കുക, നമ്മുടെ ആഖിബത്ത് നന്നാവുക, ആഖിറത്തിലെത്തുമ്പോൾ രക്ഷപ്പെടുക, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി, അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത്. ഈ 3 യാസീൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വർത്താനം പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇടയിൽ ഗ്യാപ്പില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എന്തെങ്കിലും ചെറിയ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാക്സിമം അതിനിടയിൽ ഗ്യാപ്പില്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ 3 യാസീൻ പാരായണം ചെയ്ത്, ദുഹാൻ പാരായണം ചെയ്ത് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ സ്വീകരിക്കാൻ വേറെ ആരുമില്ലല്ലോ. അള്ളാഹു നമ്മളെന്തായാലും സ്വീകരിക്കും. ഒരിക്കലും അള്ളാഹു നമ്മൾ വെറുതെ ആക്കില്ല. നിങ്ങളുടെയൊക്കെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബറാത്ത് രാവിലെ
അള്ളാഹു പുറത്തു നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമുക്ക് നൽകട്ടെ. നമ്മൾക്കും അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു റിസ്ക് വിശാലമാക്കി നൽകട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കട്ടെ. നമുക്ക് അള്ളാഹു ഇരുലോകത്തും വിജയം നൽകട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.